ചേച്ചി ചേച്ചി സീതാമ്മക്ക് അറിയട്ടെ മോന്റെ ലീലാവിലാസങ്ങള്. ചേച്ചി അയ്യോ അവന്റെ ലച്ചൂസ്. ആ സ്നേഹത്തോടെ വിളിയിട്ട് ചേച്ചിക്ക് എങ്ങനെ പറയാൻ തോന്നും? ചേച്ചി എന്തുവാ ഇത്? ഇടി എടുത്തായിരുന്നോ? അപ്പൊ നീയല്ലേ എന്റെ ബാഗ് മൊത്തം തുറന്ന് സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തിട്ടെ? സാധനങ്ങളൊക്കെ എടുത്ത് നോക്കിയത് കൊണ്ട് കയ്യിലിരിപ്പൊക്കെ മനസ്സിലായല്ലോ എനിക്ക്. ആരെന്നാ ഇത്? ലച്ചുസ് ഇതെന്റെ ഫ്രണ്ടിന്റെയാ. ലച്ചുനെ കാണിക്കാൻ വേണ്ടി ഞാൻ ബാഗിൽ എടുത്തു വെച്ചതാ. ഓ, പുരോഗമന ചിന്താഗതിക്കാരനായ ഭർത്താവ്. അളിയടാ ഞാൻ സത്യം പറയണേ, എന്റെ ഫ്രണ്ടിന്റെയാണ്. മനസ്സിലായി. കണ്ടിന്യൂ. ലച്ചു ചുമ്മാ ഇതിന്റെ പേരിൽ സീനാക്കാൻ നിൽക്കരുത് കേട്ടോ. നീ വായിച്ചായിരുന്നോ? കള്ളം പിടിക്കുമ്പോ അങ്ങനെ അങ്ങ് പറഞ്ഞാ മതിയല്ലോ. ഫ്രണ്ടിന്റെ ലച്ചുനെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതൊക്കെ. എന്റെ പൊന്നു ലച്ചു സത്യം ഞാൻ പറയണേ, ഇതിന്റെ ഫ്രണ്ടിന്റെയാ. എന്റെ പൊന്നു സിദ്ധു എന്തിനാണ് ആവശ്യത്തെ കള്ളൊക്കെ പറയുന്നത്? ഉള്ള കാര്യം ഉള്ള പോലെ പറഞ്ഞാ പോരെ? ലച്ചു എന്റെ ഫ്രണ്ട് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അവന്റെ ബാച്ചിലർ പാർട്ടിക്ക് അവൻ എന്റെ അടുത്ത് കത്തിച്ച് കളടാന്ന് പറഞ്ഞു തന്നെ സാധനങ്ങളെ ഇത് വായിച്ചു നോക്കിയപ്പോ എനിക്ക് കത്തിച്ച് കളന്നൊന്നുമില്ല. കുറച്ച് നാൾ എന്റെ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചു. പിന്നെ ഇത് ഞാൻ ലച്ചുനെ കാണിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഇവിടെ കൊണ്ടുവന്നല്ലേ. നല്ല ഫ്രഷ് കഥ. പക്ഷേ അവതരണം പഴയതായി പോയി. ഞാൻ ഇത് വിശ്വസിക്കില്ല സിദ്ധു. എന്റെ പൊന്നു ലച്ചു ഞാൻ സത്യം പറഞ്ഞതാ. ഇത് എന്റെ അല്ല, എന്റെ ഫ്രണ്ടിന്റെയാ. കല്യാണം കഴിഞ്ഞ ഏതെങ്കിലും ഒരു ഭാര്യ പണ്ട് ഭർത്താവിന് കിട്ടിയ പ്രേമലേഖനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ സീനാവത്തില്ലോടാ. അങ്ങനെ എനിക്ക് തന്നുവിട്ടാന്ന്. നീ വായിച്ചു നോക്കിയോ? വായിച്ചു നോക്കൂ, കത്തിക്കാൻ തോന്നത്തില്ലടാ. എങ്ങനെ കത്തിക്കാൻ തോന്നും? പല പല കാമുകിമാരെ എഴുതി കൊടുത്ത കത്തുകളാണല്ലോ. എന്റെ പൊന്നു ലച്ചു ഇത് എന്റെ അല്ല, എനിക്ക് കിട്ടിയതല്ലെന്ന്. തന്നെ നമുക്ക് മനസ്സിലായില്ലേ, സംഭവമൊക്കെ മനസ്സിലായി. അളിയാ ചുമ്മാ ചുമ്മാ നീ ചൊറിയല്ലേ കേട്ടാ. നമ്മളൊന്നും പറയണില്ലേ. വിശ്വസിക്കാൻ പറ്റില്ല. എന്തുവാ? എന്താ ഇവിടെ ഒരു ബഹളം? ആണോ? ഇതാടാ അമ്മ ഇവളുടെ ഓരോരോ കുസൃതികളാ. അതല്ലേ ചൂസ് മാത്രമല്ല ഇവിടെ കുസൃതികളൊക്കെ ചെയ്യാറുള്ളൂ. ഇതിപ്പോ രണ്ടുപേരും വഴക്കായോ? വഴക്കിലേക്ക് എത്തിയില്ല, പക്ഷേ ഉടനെ വഴക്കിലേക്ക് ആവും. എന്തുവാടാ? അളിയോ, 1 2 ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്തായാലും പറഞ്ഞ് ഊരായിരുന്നു. ഇതിപ്പോ ഒരു കൊട്ടം കണക്കിനുണ്ടല്ലോ അളിയാ. നടക്കൂല. അളിയാ എന്റെ അമ്മയും എന്റെ അമ്മൂമ്മയൊക്കെ ഇവിടെ നിൽക്കുന്നു, അതുകൊണ്ട് മയത്തിലൊക്കെ സംസാരിക്കും. എന്തുവാടാ? എന്താ മക്കളെ? അമ്മ ഇത് വീട്ടിലെ പഴയ സാധനങ്ങളൊക്കെ വാങ്ങിയ ബില്ലാ. എന്റെ പൊന്ന് കനകന്റെ അവക്ക് ഒച്ച വയ്ക്കാൻ എന്തെങ്കിലും കാര്യം വേണോ? നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ, നിങ്ങൾ നിങ്ങളുടെ ജോലിക്ക് പോയി നോക്കുന്നു. എന്റെ ജോലി നോക്കും. ഞാൻ നിന്റെ ജോലി നോക്കുന്നുണ്ട്. അളെ പോലെ ബില്ല. ഏത് നേരത്താണോ ഈ ലെറ്റേഴ്സ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ തോന്നിയത്? ഇപ്പൊ ഞാൻ അവളെ ഇനി എങ്ങനെ വിശ്വസിപ്പിക്കും? എന്താ ചക്കനെ? മക്കളെ ഇങ്ങനെ പോയാലേ അച്ഛൻ ഇന്ന് കരയേണ്ടി വരും. അച്ഛനും അമ്മയും തമ്മിൽ പിണക്കൊന്നുമില്ല, പക്ഷെ ചെറിയൊരു പിണക്കം. എന്തേ? മക്കള് സംസാരിച്ചാൽ ശരിയാവൂ? ഉറപ്പാ? അങ്ങനെയാണെങ്കിലേ കല്ലൂസിന് സംസാരിക്കും. പിണക്കം മാറ്റണേ? ഉറപ്പല്ലേ? കൊറേ മിഠായി മേടിച്ചു തരാം അച്ഛൻ. അവന്റെ പ്രേമലേഖനം കിട്ടി. ഇത് മതി. കണക്കാണോ? എന്നോട് വഴക്കിട്ടിരിക്ക കനിപ്പ? ലച്ചുസേ, ഈ ലവ് ലെറ്റേഴ്സ് ഒക്കെ എനിക്ക് കിട്ടിയതാണെന്നാണോ നീ വിചാരിച്ചോണ്ടിരിക്കുന്നത്? ഓ, അപ്പൊ എന്റെ വിചാരമായി. നിന്റെ വിചാരം തന്നെയാ. ഈ ലെറ്റേഴ്സ് ഒക്കെ നീ വായിച്ചു നോക്കിയതല്ലേ, എന്നിട്ട് നിനക്ക് കാര്യം മനസ്സിലായില്ല? എന്റെ ജീവിതമില്ലേ, എന്റെ ജീവിതം ഇങ്ങനെ അങ്ങ് തീരട്ടെ. ലച്ചു ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയല്ലേ. ഞാൻ പറയും, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല, പറയുമ്പോഴാണ് പ്രശ്നം. അവിടെ ഒളിച്ചു നിൽപ്പുണ്ടായിരുന്നല്ലേ? ഞാൻ ഒളിച്ചല്ല, എന്നാലും ഞങ്ങളെത്ര നോക്കിയിരിക്കുവായിരുന്നു. ഇങ്ങോട്ട് വരാൻ. ചേട്ടാ ഇത് കഷ്ടമല്ല. എന്ത് അല്ല,
നിങ്ങൾ രണ്ടാളും പറയുന്നത് ഈ ലവ് ലെറ്റേഴ്സ് ഒക്കെ എനിക്ക് കിട്ടിയതാണെന്നല്ലേ? അതെ. ശരി, തെളിയിക്കാം. ഞാൻ വായിക്കുന്നതേ കൃത്യമായിട്ട് കേട്ടോണം. ലെറ്റർ ഞാൻ വായിക്കാൻ പോവാ. ഓ. നിന്റെ വലത് കൈയിലെ ആ. കാക്കപ്പുള്ളി കാണുമ്പോൾ ആ. എനിക്ക് അസൂയ തോന്നുന്നു. ആ കാക്കപ്പുള്ളി ഞാനായിരുന്നുവെങ്കിൽ ഇന്ന് ആശിച്ചു പോകുന്നു. ഈ ലെറ്റർ എനിക്ക് കിട്ടിയതാണെങ്കിൽ എന്റെ കയ്യിലെ കാക്കപ്പുള്ളി നിങ്ങൾ കാണിച്ചു തരണം. നോക്കിച്ചു. വലത്തെ കേട്. ഇടത്തേക്ക് നോക്കിച്ചു. വലത്തെ കേടായിരുന്നു പറഞ്ഞു. ഇടത്തെ കേടാണ്. എടാ കാക്കപ്പുള്ളി ഇല്ലടാ. ഇനി ഇതാണോ ഉദ്ദേശിച്ചത്? എടാ പോണേ, ഇത് ടാറ്റുമല്ലേ? വെച്ചുസേ എന്റെ കയ്യിലെ കാക്കപ്പുള്ളി ഇത് നോക്കിച്ചേ. എവിടെ എനിക്ക് കാക്കപ്പുള്ളി ഉള്ളതിന്? എനിക്ക് നോക്കണ്ട. ഇതാണ് നമ്മൾ പറയുന്നൊന്നും ആരും വിശ്വസിക്കത്തില്ല. അളിയാ, നീ ബാക്കിയുള്ള ലെറ്റേഴ്സ് എല്ലാം വായിച്ചു നോക്ക്. എന്നിട്ട് ഇതിൽ പറഞ്ഞ എന്തെങ്കിലും ഞാനുമായിട്ട് വല്ല ബന്ധമുണ്ടോ കൊണ്ട് നീ പറയണം. വായിക്കേ. അത് ശരി. നിന്റെ ചുരുണ്ട മുടി കാണുമ്പോൾ എനിക്ക് കാർമേഘ കെട്ടുകളെ ഓർമ്മ വരുന്നു. എവിടാ എനിക്ക് ചുരുണ്ട മുടി? ഒന്ന് കാണിച്ചതാ. പണ്ട് ചിലപ്പോ ചുരുണ്ട മുടി. പണ്ട് ഒരു ചുരുണ്ടിട്ടും ഇല്ല. നീ അടുത്ത ലെറ്റർ നോക്ക്. എടാ ഒരു ബന്ധമില്ല ഞാനായിട്ട്. ഒന്ന് വിശ്വസിക്കില്ല ചൂസേ. എന്റെ ജീവിതകാലം മുഴുവനും നിന്റെ പൂച്ചക്കണ്ണുകളിൽ നോക്കിയിരിക്കാൻ എനിക്ക് ആഗ്രഹം. അളിയാ, എനിക്ക് എവിടെയാടാ പൂച്ചക്കണ്ണ്? അല്ല, ഒന്ന് കാണിച്ചു തരണം എനിക്ക് പൂച്ചക്കണ്ണ് ഉണ്ടെങ്കിലേ. എന്തേ ചേച്ചി, ഇത് അളിയനുള്ളതല്ല. കണ്ടാ, എവനെ കാര്യം മനസ്സിലായി. ഇവക്ക് മാത്രം എന്താണോ മനസ്സിലാവാത്തത്? എന്റെ അല്ല, എനിക്കത് കിട്ടിയതല്ലത്. അവൻ നിന്നെ സപ്പോർട്ട് ചെയ്തത് കൊണ്ടാന്നറിയോ? രാവിലെ ഒരു 8 പൊറോട്ടയും കുറച്ച് ബീഫിന്റെ കഷ്ണവും മേടിച്ചു കൊടുത്തില്ലേ, അതുകൊണ്ട്. ഇച്ചിരി ബീഫിന്റെ കഷ്ണത്തിന് വേണ്ടി സ്വന്തം ചേച്ചിനെ വെച്ചുന്ന ചേച്ചി സത്യമായിട്ടും അല്ലെന്ന്. പോടാ അവിടുന്ന്. എനിക്കറിയാം. എടാ, നിനക്ക് ഇതിനും മാത്രം ലെറ്റേഴ്സ് ഇങ്ങോട്ട് കിട്ടണമെങ്കിൽ നീ എത്ര അങ്ങോട്ട് എഴുതി കൊടുത്തു കാണും. ഞാൻ എന്റെ ചങ്ക് പറിച്ചത് നിനക്ക് ലവ് ലെറ്റർ എഴുതി തന്നിട്ടില്ലേ? എന്നിട്ട് നീ എനിക്ക് ഒരെണ്ണെങ്കിലും എഴുതി തന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. എനിക്ക് ഇഷ്ടല്ലേ ഇതിനെ, കള്ളൻ. എന്താടാ ഭ്രാന്ത്. അവളോട് പറഞ്ഞു.